ഇപ്പൊ കോൺഗ്രസിന് ദേശീയ തലത്തിൽ 99, അടൂർ പ്രകാശ് ജയിച്ചാൽ അടൂർ പ്രകാശ് മാത്രമല്ല 100 തികയ്ക്കുന്നത് അടൂർ പ്രകാശ് ആയിരിക്കും. 4317 അതാ ലീഡ് എൽഡിഎഫിന്. യെസ്, 4317. അവിടെ ആ ലീഡ് മറിഞ്ഞ് അടൂർ പ്രകാശ് അവിടെ ജയിക്കുകയാണെങ്കിൽ ലഖിംപൂർ ഖേരിയിൽ അജയ് മിശ്ര തേനി പരാജയപ്പെട്ടു. നേരത്തെ നമ്മൾ അതിന്റെ സൂചനകൾ പറഞ്ഞതാണ്. അത് വലിയ യുപിയിൽ വലിയ കാറ്റ് വീശുന്നു, ഉത്തർപ്രദേശിൽ വലിയ കാറ്റ് വീശുന്നു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കണ്ട കാറ്റ്. അപ്രതീക്ഷിതമായി 2022 സീറ്റിലേക്ക് 2009 കോൺഗ്രസ് മാറുന്നത് നമ്മൾ കണ്ടു. പക്ഷേ സമാനമായി അപ്രതീക്ഷിതമായ ഒരു കാറ്റ് യു പിയിൽ നിന്നാഞ്ഞു വീശുമ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, രാഹുൽ ഗാന്ധിയെ സ്റ്റാർ ക്യാമ്പയിനറാക്കി മുന്നിൽ നിർത്തിക്കൊണ്ട് അഖിലേഷ് യാദവ് സൈക്കിൾ ചവിട്ടിയപ്പോൾ യു പി SP കോൺഗ്രസ് തിരിച്ചു പിടിക്കുന്നു. മായാവതിയുടെ മൗനത്തെ യു പി ജനത വലിച്ചെറിയുന്നു. മായാവതിയുടെ മൗനത്തെ വലിച്ചെറിയുന്നു. ഹിമവാന്റെ മുഴക്കമുള്ള പെരുമ്പറ കൊട്ടുന്നു യു പി ജനത. ലഖിംപൂർ ഖേരിയിലേക്ക് തന്നെ വരാം. അജയ് കുമാർ മിശ്രയുടെ മകന്റെ വാഹനം കർഷകരുടെ സമരത്തിനിടയിലേക്ക്, പ്രകടനത്തിനിടയിലേക്ക് ഓടിച്ച് കയറ്റി വലിയ വിവാദമുണ്ടാക്കി. മറുപടിയായി അവിടുത്തെ ജനങ്ങൾ എന്താ ചെയ്തത്? പോളിംഗ് ബൂത്തിലേക്ക് ഇടിച്ചു കയറ്റി. ജനഹിതം, അജയ് കുമാർ മിശ്ര ഔട്ട് ആൻഡ് ഓവർ, വെട്ടി താഴെ ഇട്ടു. ഇനി നമുക്ക് ഞാൻ ഹൈസർഗഞ്ചിലെ ഫലം കൂടി ഒന്ന് അറിഞ്ഞു വരാം. പറഞ്ഞോളൂ ബാക്കി. അല്ല, ആറ്റിങ്ങലിൽ ഇപ്പോൾ 4317 വോട്ടിനാണല്ലോ വി ജോയി മുന്നിൽ നിൽക്കുന്നത്. അടൂർ പ്രകാശ് മത്സരിച്ച മണ്ഡലത്തിൽ 2 പ്രകാശുമാരുണ്ടായിരുന്നു. ഒരു പ്രകാശ് PL ഉം ഒരു പ്രകാശ് എസും. പ്രകാശ് PL 1407 വോട്ട് പിടിക്കുന്നു, പ്രകാശ് എസ് 598 വോട്ട് പിടിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ചെറിയ മാർജിനാണെങ്കിൽ തോൽപ്പിച്ചതുപോലെ ആകുമോ ഇവിടെ ആറ്റിങ്ങലിൽ എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമായിരിക്കും. ആറ്റിങ്ങലിൽ ലീഡ് നില മാറി മറിഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ അല്പം ഭേദപ്പെട്ട നിലയിലേക്ക് LDF എത്തിയിട്ടുണ്ട്. 4317 അതൊരു ഭേദപ്പെട്ട ലീഡാണ്. 1,21,374 വോട്ടുകൾ മാത്രമേ ആറ്റിങ്ങലിൽ ഇനി എണ്ണാൻ ബാക്കിയുള്ളൂ. ആകെ വോട്ട് 9,86,113. എണ്ണിയത് 8,64,739. ഇനി എണ്ണാനുള്ളത് 1,21,374. എങ്ങോട്ടും പോകാം.